Customer service and logistic management. Customer service in logistic management refers to the process of providing the right product in the right quantity at the right price at the right time in a good condition while meeting customer expectation at a minimum cost. അതായത് കസ്റ്റമർ സർവീസ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ കസ്റ്റമർ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ, അതായത് റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ റൈറ്റ് പ്രൈസിൽ റൈറ്റ് ടൈമിൽ ഗുഡ് കണ്ടീഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് നമ്മൾ പറയാം. നല്ല രീതിയിൽ കസ്റ്റമറിൽ എത്തിക്കുന്ന ഒരു സർവീസ് കസ്റ്റമർ സർവീസ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ensures smooth planning, implementation and control of the flow and storage of goods, services and information from the point of origin to the point of consumption. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ പ്ലാനിങ് ആയാലും ഇംപ്ലിമെൻറ്റേഷൻ ആയാലും സ്റ്റോറേജ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഇൻഫോർമേഷൻ്റെ ഒക്കെ സ്റ്റോറേജ് ആണെങ്കിലും അതിൻ്റെ ഫ്ലോ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ടാണ് എൻഷുർ ചെയ്യുന്നത്. അതായത് പോയിൻ്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിൻ്റ് ഓഫ് കൺസെപ്ഷൻ വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കമ്പനിയിൽ വരുന്നത്, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ആയാലും ഗുഡ്സിൻ്റെയും മറ്റേതൊക്കെ ഫ്ലോ ആയാലും അതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. റോൾ ഓഫ് കസ്റ്റമർ സർവീസും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് കസ്റ്റമർ സർവീസ് ഇതിലുള്ളത്? ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ എന്ത് റോളാണ് വഹിക്കുന്നത്? Order processing. Quick and accurate order handling improves customer satisfaction. Timely delivery. On-time delivery builds trust and loyalty. Product availability. Proper inventory management ensures products are always available. Transportation efficiency. Efficient transport reduces delay and damages. After sales service. Handling returns, complaints and replacement effectively. ഓക്കെ, അതായത് ഓർഡർ പ്രോസസ്സിങ് ഹെൽപ്ഫുൾ ആയിരിക്കും. ടൈംലി ഡെലിവറി കറക്റ്റ് ടൈമിൽ ഡെലിവറി നടത്തും. പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. ആഫ്റ്റർ സെയിൽ സർവീസ് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ എന്താ പറയുക ആഫ്റ്റർ സെയിൽ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യും. അതായത് റിട്ടേൺസും കംപ്ലൈൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എലമെൻറ്റ്സ് ഓഫ് കസ്റ്റമർ സർവീസ് ഇൻ ലോജിസ്റ്റിക്. എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് നോക്കാം. പ്രീ ട്രാൻസാക്ഷൻ എലമെൻറ്റ്സ്, അതായത് കസ്റ്റമർ സർവീസ് പോളിസി, ഓർഡർ പ്രൊസീജിയർ ആൻഡ് ഇൻഫോർമേഷൻ അവൈലബിലിറ്റി. ട്രാൻസാക്ഷൻ എലമെൻറ്റ്സ് ഓർഡർ സൈക്കിൾ ടൈം, ഓർഡർ ആക്യുറസി, ഡെലിവറി റിലയബിലിറ്റി. പോസ്റ്റ് ട്രാൻസാക്ഷൻ എലമെൻറ്റ്സ് ആണ് പ്രോഡക്റ്റ് റിട്ടേൺസ്, കംപ്ലൈൻറ്റ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ സർവീസ് ഇൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നോക്കാം. ഇൻക്രീസസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബിൽഡ് കസ്റ്റമർ ലോയൽറ്റി, ക്രിയേറ്റ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഇംപ്രൂവ്സ് കമ്പനി ഇമേജ് ആൻഡ് ലെഡ് ടു ഹയർ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും, കസ്റ്റമർ ലോയൽറ്റി ഇൻക്രീസ് ചെയ്യും, നല്ലൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യും, കമ്പനിയുടെ ഇമേജിനെ ബിൽഡപ്പ് ചെയ്യും, അങ്ങനെ ഹയർ സെയിൽസും പ്രോഫിറ്റൊക്കെ ഉണ്ടാവാൻ സഹായിക്കും. കോൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്. എന്താണ് ലോജിസ്റ്റിക്കിൻ്റെ ഒരു കോൺസെപ്റ്റ്? ലോജിസ്റ്റിക് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫിഷ്യൻറ്റ് ഫ്ലോ and storage of goods and services and information from the point of origin to the point of consumption in order to meet customer requirements. പോയിൻ്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിൻ്റ് ഓഫ് കൺസപ്ഷൻ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അത് ആ ഒരു പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക് എന്ന് പറയുക. അതായത് പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റും കൺട്രോളിങ്ങും ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഫ്ലോയൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ കോൺസെപ്റ്റ് ഇൻ ലോജിസ്റ്റിക് റൈറ്റ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കറക്റ്റ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യണം. റൈറ്റ് ക്വാണ്ടിറ്റി, കറക്റ്റ് സമയത്തുള്ള പ്രൊഡക്ട്സ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യണം. റൈറ്റ് കണ്ടീഷൻ, പ്രോഡക്റ്റ് ഷുഡ് ബി അൺഡാമേജ്ഡ്. റൈറ്റ് പ്ലേസ്, കറക്റ്റ് ഏതാണോ പ്ലേസ് ലൊക്കേഷൻ തന്നത് അവിടേക്ക് പ്ലേസിലേക്ക് എത്തിക്കണം. റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ എത്തിക്കണം. റൈറ്റ് കോസ്റ്റ് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. ദർ ആർ നോൺ ആസ് ദ 6 റൈറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്. 6 റൈറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്കിൽ വരുന്നതാണ് റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് കണ്ടീഷൻ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് കോസ്റ്റ്. Then concept of physical distribution. Physical distribution refers to the movement of finished goods from the manufacturers to the final customer through distribution channels.
ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴി എന്താ പറയുക ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തുന്ന ആ ഒരു മൂമെൻറ്റിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ കോമ്പോണൻറ്റ്സ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ: ഓർഡർ പ്രോസസ്സിങ്, റിസീവിങ്, വെരിഫൈങ് ആൻഡ് എക്സിക്യൂട്ടിങ് കസ്റ്റമർ ഓർഡേഴ്സ്, ദെൻ വെയർഹൗസിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിങ്. അതായത് ആദ്യം നമ്മൾ ഓർഡർ പ്രോസസ്സ് ചെയ്യും, അതിനുശേഷം ഗുഡ്സൊക്കെ നമ്മൾ വെയർഹൗസിങ്ങിൽ സ്റ്റോറേജ് ചെയ്യും, അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ഗുഡ്സിന് നമ്മൾ റോഡ് മുഖാന്തരം റെയിൽ മുഖാന്തരമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. മെറ്റീരിയൽ നല്ല രീതിയിൽ വെയർഹൗസിൽ വെച്ച് ഹാൻഡിൽ ചെയ്യും, അതിനുശേഷം എന്താ പറയുക പാക്കേജ് ചെയ്യും. ഓക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ: എൻഷുവേഴ്സ് ടൈംലി ഡെലിവറി, മിനിമൈസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മെയിൻറ്റെയിൻ പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് സപ്പോർട്ട് മാർക്കറ്റിംഗ് എഫേർട്സ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക്കും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിൽ? കവേഴ്സ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ഫ്ലോ, covers only outbound flow, includes raw materials and finished goods, it includes only finished goods. ദെൻ വൈഡർ കൺസെപ്റ്റ്, നാരോ കൺസെപ്റ്റ്. അതായത് ലോജിസ്റ്റിക്കിലാണെങ്കിൽ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ഫ്ലോ വരുന്നുണ്ട്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഔട്ട്ബൗണ്ട് ഫ്ലോ മാത്രമേ ഉള്ളൂ. ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഒരു മൂവ്മെൻറ്റ്സ് ആണ് ലോജിസ്റ്റിക്കിലുള്ളത്. പക്ഷേ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു വൈഡർ, ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു വൈഡർ കൺസെപ്റ്റാണ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നാരോ കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഇതിൽ ഡിസ്കസ് ചെയ്തത് ലോജിസ്റ്റിക് എന്താണ്, അതേപോലെ തന്നെ എന്താ പറയുക ഔട്ട്സോഴ്സിങ് എന്താണ്, ഓട്ടോമേഷൻ എന്താണ്, ലോജിസ്റ്റിക്കും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഫോർത്ത് സെമ്മിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്തെ ടോപ്പിക്കാണ് ലോജിസ്റ്റിക് ആദ്യത്തെ ഒരു മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.